ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്താണ് പേരാമ്പ്രയിൽ സംഭവിച്ചത്? പേരാമ്പ്രയിലുള്ള ഒരു CKGM കോളേജ് എന്ന ഒരു കോളേജിൽ ഇലക്ഷൻ നടന്നു. അവിടെ ഇലക്ഷൻ നടന്നു. അവിടുത്തെ ഇലക്ഷൻ നടന്നപ്പോൾ അവിടുത്തെ ചെയർമാൻ സ്ഥാനം KSU MSFൻ്റെ സംഘടനയ്ക്ക് കിട്ടി. അത് കിട്ടിയതിൻ്റെ ആഹ്ലാദ പ്രകടനം അവർ നടത്തി. മനസ്സിലായ? അപ്പോൾ DYFI SFI എല്ലാവരും കൂടി പ്രശ്നങ്ങളുണ്ടാക്കി. ഇത് ജയിച്ചപ്പോൾ തന്നെ ഈ പന്നികൾ കുറേ റീകൗണ്ട് എന്നവർ 2-3 പ്രാവശ്യം എണ്ണാൻ നിർബന്ധിച്ചു എന്നാണ് പറയുന്നത്. അതുപോട്ടെ, ഇടത് മുന്നണി മൊത്തത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കി. അങ്ങനെ തമ്മിൽ അടിയായി. ഇത് പോലീസും അവർക്ക് സപ്പോർട്ട് ചെയ്തു. ഇതിനെതിരെ UDF പേരാമ്പ്ര പഞ്ചായത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ചു. എന്നാൽ ഹർത്താൽ വകവയ്ക്കാതെ പഞ്ചായത്ത് തുറന്ന് പ്രവർത്തിച്ചു. അതിനടുത്ത് ഹർത്താൽ വന്ന ദിവസം ഹർത്താൽ ഒരു ആഹ്വാനം ചെയ്തു. പഞ്ചായത്ത് എന്ത് ചെയ്ത്, പഞ്ചായത്ത് പ്രസിഡന്റ് ഇടത് മുന്നണി ഭരിക്കുന്ന പഞ്ചായത്താണ്. ആ പഞ്ചായത്ത് ഇടത് മുന്നണിയിലെ പ്രസിഡൻ്റാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവർ തുറന്ന് പ്രവർത്തിച്ചു. അപ്പോൾ അടപ്പിക്കാനായിട്ട് UDFകാർ പോയി. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ത് ചെയ്തു? അയാളെ മർദ്ദിച്ചു എന്ന് പറഞ്ഞ് അയാൾ പ്രശ്നമുണ്ടാക്കി. അയാൾ ഇടത് മുന്നണിക്കാരനാണല്ലോ, അതല്ലേ പറയുള്ളൂ. അപ്പോൾ അയാളെ അടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഇടത് മുന്നണിക്കാരെന്ത് ചെയ്തു? അവർ വീണ്ടും പ്രതിഷേധത്തിന് അവരും ഇറങ്ങി. അങ്ങനെ രണ്ടും കൂടി നേർക്ക് നേരെത്തി പ്രതിഷേധം. അങ്ങനെ പ്രതിഷേധം ശക്തമായി. അപ്പോൾ എന്താ സംഭവിച്ചത്? ഇടതും വലതും നേർക്ക് നേരെ വന്നാൽ പോലീസ് എന്ത് ചെയ്യണം? അവരെ മാറ്റണം. അത് ചെയ്തില്ല. പോലീസ് ആരുടെ കൂടെ നിന്നു? ഭരിക്കുന്നത് ആരാണ്? ഉറപ്പായിട്ട് ഇടതു മുന്നണിയുടെ ഭാഗത്തല്ലേ. അവർ എന്ത് തൊട്ടിത്തരം കാണിച്ചാലും അവരുടെ കൂടെ നിൽക്കുള്ളൂ. കാരണം പിണറായി സഖാവ് സപ്പോർട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ അവർക്ക് എന്താ പേടിക്കാൻ? അങ്ങനെ ഈ രണ്ടുപേരുടെയും ഇടയിലേക്ക് ഷാഫി പറമ്പിൽ വന്നു. അയാൾ വരണ്ടേ? അയാളുടെ പാർട്ടിയല്ലേ. അയാൾ വന്നു. ഷാഫിക്ക ജനങ്ങൾക്ക് ഇടയിൽ ഇറങ്ങി ചെല്ലുന്ന ആളാണല്ലോ, അതുകൊണ്ട് അയാൾ വന്നു. MP ആണെന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്ന ആളല്ല, മാറി നിൽക്കുന്ന ആളല്ലല്ലോ, അതുകൊണ്ട് അയാൾ വന്നു. ഷാഫിക്ക് അറിയുമോ ഈ പോലീസുകാർ ഇങ്ങനെ ചെറ്റത്തരം ചെയ്യുന്ന ആളാണെന്ന് വിചാരിച്ചില്ല. പാവം അയാൾ പെട്ടു. ഷാഫിക്ക സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇത് അവർക്ക് കുറേ വൈരാഗ്യങ്ങളുണ്ട്. മെയിൻ വൈരാഗ്യം ശൈലജ ടീച്ചറിനെ വലിയ ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചു. അതിൻ്റെ കട്ടൻ റേറ്റുള്ള പകയുണ്ട് ഇവർക്ക്. പകര ഇവർക്ക് ചോദിക്കണം എപ്പോഴാണ്. ആളുടെ പണി ഇല്ലാണ്ട് വരെ ആക്കും അതാണ് ഇതിനുള്ള പരിപാടി ചെയ്തിരിക്കുന്നത്. തലയ്ക്ക് തല്ലിയത് അതുകൊണ്ടാണ്. നേരത്തെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഷാഫിയെ ഒതുക്കാൻ ഇവർ നോക്കിയിട്ടുണ്ട്. ഇത്രയും വലിയ തോൽവി അവർ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. 1,15,000 വോട്ടിനൊക്കെയാണ് തോറ്റിരിക്കുന്നത് ശൈലജ ടീച്ചർ. അപ്പോൾ അതിന് ഇവർ അടി കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എനിക്കതാണ് ഇപ്പോൾ അവർ ഈ ചെയ്തത് അങ്ങനെയാണെന്ന് തോന്നുന്നത്. അങ്ങനെ ഷാഫിക്ക ഈ പ്രതിഷേധത്തിൻ്റെ ഇടയിലേക്ക് വന്നില്ലേ. അയാൾ UDFൻ്റെ പ്രതിഷേധത്തിൻ്റെ ഇടയിൽ വരണ്ടേ? പിന്നെ അയാൾ വരണ്ടേ? വന്നു. അപ്പോൾ പോലീസ് അയാളെ ലാത്തി കൊണ്ട് അടിച്ചു. അത് നമുക്ക് വ്യക്തമായി കാണാം. ഒരു പ്രാവശ്യമില്ല, 2, 3, 4 പ്രാവശ്യം തല്ലുന്നത് വ്യക്തമായി. 2, 3 പ്രാവശ്യം തല്ല് വ്യക്തമായിട്ട് കാണാം. അത് ആരാ തല്ലിയത്? പുറകിൽ നിൽക്കുന്ന പോലീസ് ആണ് അടിക്കുന്നത്. അയാൾക്ക് എന്തിനാണ് ഇത്ര ദേഷ്യം ഷാഫിയോട്? എന്താണ് ഇത്ര ദേഷ്യം എന്ന് നമുക്ക് സത്യം പറഞ്ഞത് അന്വേഷിക്കണം. വേറെ വല്ല ദേഷ്യം ഉണ്ടാകുന്നു. കാരണം അതോ അയാളിനോട് പറഞ്ഞിട്ടാണോ എത്തിയിട്ട് അടിക്കുന്നത്? കുറച്ച് നിന്നിട്ടൊന്നുമില്ല, എത്തി അടിക്കുകയാണ്. അത് ഒരു പ്രാവശ്യമല്ല, 2, 3 പ്രാവശ്യം. മൂക്കിൻ്റെ പാലം അടിച്ച് പൊട്ടിച്ചു. പാലം അടിച്ച് തകർത്ത ബ്ലഡ് നന്നായി കാണാൻ നമ്മളെല്ലാവരും കണ്ടു അത്, അല്ലേ? എന്നാൽ പോലീസുകാർ, LDFകാർ, SFIക്കാരെയും ഇവരൊക്കെ ഭരിക്കുന്നവരെന്താ പറയുന്നത്? അടിച്ചിട്ടേ ഇല്ല എന്നാണ് അവരുടെ ആളുകൾ പറയുന്നത്. ആരോ എന്തോ വീഴ്ചയപ്പോൾ കൊണ്ടതായിരിക്കും എന്നാണ് അവർ പറയുന്നത്. പിന്നെ ഷാഫിയാണ് വെറും ഷോ ആണ്. ഷാഫിക്കാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഷോയാണ്. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയും കാലം അടഞ്ഞു കിടക്കുകയായിരുന്നു. പുറത്ത് വരാൻ വേണ്ടിയിട്ട് ഷാഫി കളിച്ച കളിയാണ് എന്നാണ്
ഇപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ഇവരിൻ്റെ കാര്യം മറയ്ക്കാൻ വേണ്ടിയിട്ടല്ല ഇത് ചെയ്തത്. ഇവരിൻ്റെ കാര്യങ്ങൾ മറയ്ക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. അങ്ങനെ തള്ളി മറിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസുകാരും ഇടതുമുന്നണിക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് പക്കവായിട്ട് പ്ലാൻ ചെയ്തതാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഷാഫി പ്ലാൻ ചെയ്തതാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതല്ലാതെ നമുക്കറിയാം. ഒരു പോലീസുകാരന്മാർ പറയുന്നത് കണ്ണീർ വാതകം ഉപയോഗിച്ചാൽ പരിക്ക് പറ്റിയതാണെന്നാണ് പറയുന്നത്. അതൊരു വലിയൊരു കോമഡി. കണ്ണീർ വാതകം ഉപയോഗിച്ച് മൂക്കിൻ്റെ പാലം പോകുമോ? നമ്മൾ ആദ്യം കേൾക്കുകയാണ് കണ്ണീർ വാതകം മരിക്കുമ്പോൾ മൂക്കിൻ്റെ പാലം പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പറയുന്നത് ഇത് പോലീസും ഇടതുമുന്നണി സർക്കാരും ഇടതുമുന്നണിയിലെ ആളുകൾ എല്ലാവരും ഓരോരുത്തരും രാവിലെ ന്യൂസിൽ പറഞ്ഞുകൊണ്ടിരിക്കും ലാത്തി ചാർജ് നടന്നിട്ടില്ല എന്ന് പറയണേ. അപ്പോഴേക്കും അതാര് കൊണ്ട് പത്രക്കാർ ന്യൂസ് ചാനലുകാരും പുറത്തുവിട്ടു ഷാഫിക്കാണ് തല്ലണത്. അടിക്കുന്നത് വ്യക്തമായിട്ട് കാണുന്ന പോലെ ഒരു വീഡിയോ അങ്ങോട്ട് പുറത്തുകൊണ്ട് കിട്ടും. എല്ലാവരും ഉണ്ട്. കേരളം മൊത്തം ഇന്ത്യയിൽ മൊത്തം ആളുകൾ കൊണ്ട്. കാരണം ഒരു MP ആണ്. ഒരു MP-നെ ഇങ്ങനെ അടിക്കുകയാണെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കുക. ഒരു MP-നെ ഇങ്ങനെയാണ് അടിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാരൻ്റെ അവസ്ഥ പറയണോ? കൂട്ടുകാരെ, ഫ്രണ്ട്സേ, ചങ്കുകളെ പറയണ? അടിച്ച് കൊല്ലില്ല ഇവർ നമ്മളെ പോലെയുള്ള ആളുകളിനൊക്കെ കൈ കിട്ടിയ. ഇത് ഇപ്പോൾ ഇടതും വലതും കൂടി പ്രതിഷേധിച്ചപ്പോൾ നേർക്ക് നേരെ വന്നു. അപ്പോൾ പോലീസുകാർ എന്താ ചെയ്യേണ്ടത്? ശരിക്കും രണ്ടുപേരെ ഒരുമിച്ച് മാറ്റണമായിരുന്നു അല്ലേ? ഇത് അവരെ മാറ്റിയില്ല എന്ന് മാത്രമല്ല ഇവരെ അടിക്കുകയും ചെയ്തു. അത് വീഡിയോയിൽ കാണുന്നുണ്ട്. വളരെ വളരെ എത്തി അടിക്കണവേ. അവൻ പുറകിലിരുന്നിട്ട് അടിക്കണത് വളരെ കഷ്ടപ്പെടാണ് അടിക്കുന്നത്. വ്യക്തമായി കാണാം. മൂക്കിൻ്റെ പാലവിടെയും വലിയ സ്ട്രോങ് ആയി അടിക്കേണ്ട, മനസ്സിലായില്ലേ? അങ്ങനെ മൂക്കിൻ്റെ പാലം അടിച്ചു പൊളിച്ചു. ഇപ്പോൾ കേൾക്കുന്നത് എന്താണ്? 2 സർജറി വേണ്ടി വന്നു. ചെറിയ സർജറി, മൈന്യൂട്ട് സർജറി ആയിരിക്കും, വലിയ സർജറി ആയിരിക്കും, സർജറി ആയിരിക്കും. അത് കഴിഞ്ഞു എന്നാണ് നമ്മൾ ഇപ്പോൾ കേൾക്കുന്ന ന്യൂസുകളെല്ലാം. ഈ പോലീസുകാർ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എന്തിനാണ് ഈ തലയ്ക്കടിക്കുന്നത്? നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ട് ഒരു ഇഷ്യൂ ഉണ്ടായി അല്ലെങ്കിൽ ഒരു പ്രതിഷേധം ഉണ്ടായാൽ തലയ്ക്കടിയല്ലേ നിങ്ങളുടെ പതിവ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ന്യൂസ് നിങ്ങളെല്ലാം കാണുന്നവരാണെങ്കിൽ നോക്കിയിട്ടുണ്ടാവും. എവിടെ പ്രതിഷേധം നടക്കുമ്പോഴും എല്ലാവരുടെയും മുഖത്തായിരിക്കും പരിക്ക്, തലയ്ക്കായിരിക്കും പരിക്ക്, ചെവിക്കായിരിക്കും പരിക്ക്. അതൊക്കെ എന്തിനാണ് ഈ പോലീസുകാർ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇങ്ങനെ തലയ്ക്ക് മാത്രം തല്ലിയിട്ട് തലതല്ലി പൊളിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല. ഇവർക്ക് ഒതുങ്ങാൻ ഗുണ്ടകളിനെ പോലെ തലതല്ലി പൊളിക്കുന്ന രീതി എന്താണെന്നൊരു പിടിയില്ല. ഈ സാധാരണക്കാരൻ ഞങ്ങളെപ്പോലുള്ളവർ മനുഷ്യന്മാരാണെന്നൊക്കെ ചിന്തിക്കുക. അല്ലാതെ നിങ്ങൾ പോലീസ് ലാത്തിയും കൊണ്ട് വന്നുകൊണ്ട് തലയ്ക്ക് തല്ലേണ്ട രീതി ഒരുപാട് കേട്ടിട്ട്. തലയ്ക്ക് തല്ലണ ഈ ഗുണ്ടകൾ തന്നെ തലയ്ക്ക് വന്നുകൊണ്ട് തല്ലണം. അതേപോലെ മനുഷ്യന്മാരാണെന്ന് ഞങ്ങളെ ഒന്ന് മനസ്സിലാക്കുക. ഇതിപ്പോൾ നടക്കാൻ കാരണം എന്താണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറയാം. ഇത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും. ചർച്ച മാറിപ്പോണം. ശബരിമലയിലെ അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ചതിൻ്റെ ചർച്ച കത്തി നിൽക്കുകയല്ലേ ഇപ്പോൾ. പിന്നെ കോടതിയടക്കം ഇപ്പോൾ വിമർശനം കൊണ്ടുവന്നിരിക്കുന്ന കോടതിയടക്കം. അപ്പോൾ ശരിക്കും ഇടതുമുന്നണി പ്രതിരോധത്തിലാണ്. അതിന് ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി വേറെ നല്ലൊരു കാര്യം ചെയ്യണം. നല്ലൊരു കാര്യം മീൻസ് ഇതുപോലെ എന്തെങ്കിലും ചെയ്താലാണ്, അതിങ്ങനെ പേരും പ്രശസ്തിയുള്ളവരുടെ ചെയ്താലാണ് അത് ആ രീതിക്ക് പോവുള്ളൂ. ഇനി കുറച്ച് ദിവസം ഷാഫി പറമ്പലിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നടക്കാമല്ലോ. ഷാഫി അത് ചെയ്തു, ഷാഫി ഇത് ചെയ്തു, ഷാഫി പ്ലാൻ ചെയ്തു, പിന്നെ ഷാഫി ഷോമാനാണ്, പിന്നെ രാഹുലിനെ കാണിക്കാൻ വേണ്ടി പുറത്ത് വന്നതാണ്, അങ്ങനെയൊക്കെ ഇനി പറഞ്ഞു നടക്കാമല്ലോ. അതിന് വേണ്ടി ഇവർ കരുതി കൂട്ടിയിട്ട് ഇത് ചെയ്തതാണെന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നത്. അല്ലാണ്ട് ഇത് ഒരിക്കലും പ്ലാന് അല്ലാണ്ട് ചെയ്തതല്ല. ഇതൊരു തോറ്റപ്പോൾ ഒരു പ്രതിഷേധമായി. പ്രതിഷേധത്തിൻ്റെ ഇടയിൽ മെല്ലെ ഈ കളി കളിച്ചു. ഈ കളി കളിച്ചാൽ പിന്നെ നമുക്കത് മുന്നോട്ട് അവിടെ എത്തിച്ച് ഈ ചങ്ങാതി തല്ലിയത് തലയ്ക്ക് കൊണ്ട് വേറെ എവിടെയെങ്കിലും മർമ്മത്തിൽ കൊണ്ടതാണല്ലോ. ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇത് ഇവരിൻ്റെ കളികളാണ്. അതാദ്യം ഇവരിനെ സത്യം പറഞ്ഞാൽ ഇവർ ഗുണ്ടകളായി മാറി. ഇവർക്ക് 10 വർഷം ഭരണം കിട്ടിയപ്പോൾ ഗുണ്ടകളായി മാറി. കാരണം പേടിയില്ലാത്ത ആളുകളായി പോയി. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾ ഒരു കാര്യം ചെയ്യും. നിങ്ങളുടെ ഈ നമുക്ക് ഇടത് സർക്കാരിന് ഇഷ്ടക്കുറവൊന്നുമില്ല. പക്ഷെ ഷാഫിനെ ചെയ്തത് വളരെ മോശമാണ്. ഒരു MP-നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങളെപ്പോലുള്ള സാധാരണപ്പെട്ടവർക്ക് എന്തൊക്കെ ചെയ്യും?
പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തൂ. അതെനിക്ക് അറിയാനുള്ളൊരാഗ്രഹമുണ്ട്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഓക്കെ, ബൈ.